നൈസ് വെതറാണുള്ളതെന്ന്. കാനഡയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ വെതറാണ്. മഴയാണ് ഓടിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുതപ്പെട്ട മഴയെല്ലാം നമുക്ക് ഓടിക്കാൻ പറ്റും. ഇവിടെ മഴയായാലും കാറ്റായാലും വെയിലായാലും എല്ലാം എക്സ്ട്രീമാണ്. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. സോ റൈഡ് പോകുന്നതിന് മുമ്പ് വെതർ നോക്കുക. ഇന്നിപ്പോൾ മഴയൊന്നും കാണിക്കുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞില്ല എല്ലാം അൺഎക്സ്പെക്റ്റഡാണ്. ഓക്കെ, ഇന്ന് നമ്മളൊരു ചെറിയ ട്രയൽസിലാണ് പോകുന്നത്. ഒരു ട്രയലിലാണ്, പക്ഷെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം അത് ട്രയൽ റൺ സക്സസ് ആകുമെന്ന്. കാരണം എൻ്റെ കയ്യിൽ GPS ഇല്ല, എൻ്റെ കയ്യിൽ പ്രിറ്റി മച്ച് നത്തിങ്. വണ്ടി മാത്രമേ ഉള്ളൂ. ചില സ്ഥലത്ത് ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രയലിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രയലിൻ്റെ GPS നമ്മൾ സ്കാൻ ചെയ്യണം. അവിടെ ഒരു ബോർഡുണ്ടാവും, ആ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് ഒരു പ്രത്യേകതരം ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ ഷുവർ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമുക്ക് പോവാം. നല്ല വെയിലുണ്ട്. ട്രയൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കിയേ പറ്റുള്ളൂ. ഈ ബൂട്ടിട്ടുണ്ടെന്നും പോകാൻ കൊള്ളൂല. എൻ്റെ കയ്യിൽ കുറേ ബൂട്ടുണ്ട്, പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ട്രയൽസ് പ്ലാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഇന്ന് ചുമ്മാ ഒന്ന് പോകുന്ന വഴിക്കൊരു ട്രയൽ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പം അതെന്താ പാടെ നോക്കാം. ഓക്കെ, ഇവിടുത്തെ ട്രയലിലൊക്കെ നമ്മൾ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫോർ ഷുവർ നമ്മുടെ നാട്ടിലെ കണക്കല്ല, ഒരു തരത്തിലുള്ള ആക്സസിബിലിറ്റീസും ഒന്നും നമുക്കിവിടെ കിട്ടത്തില്ല. പെട്രോൾ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാകത്തില്ല, ഈവൻ നെറ്റ്വർക്ക് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സോ ട്രയൽസിലേക്ക് പോകാൻ താല്പര്യമുള്ള എപ്പോഴും ആ സാധനം കൈ കരുതിയിരിക്കുക. ഫുഡ്, പഞ്ചർ കിറ്റ്, സേഫ്റ്റി തിങ്സ്. പറ്റിയ ഒരു ദിവസം രാത്രി അവിടെ കിടന്നിറങ്ങിയാലും പ്രശ്നമില്ല എന്നുള്ള കോലത്തിൽ ഓൾവേസ് ക്യാരി ബഗ് സ്പ്രേസ് ആൻഡ് ബിയർ സ്പ്രേ. ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ കരടി അടിച്ച് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് പരിപാടി ഓണാക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ട്, അതും കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈക്കിൽ എനിക്ക് അത്യാവശ്യത്തിനുള്ള ടൂൾസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പഞ്ചർ കിറ്റ് ഉണ്ട്, കാറ്റടിക്കുന്ന സാധനമുണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട ടൂൾസ് എല്ലാം ഉണ്ട്. നോക്കാം എന്താ പാടെന്ന്. മോട്ടോസൈക്കിൾ ക്യാമ്പ് ഗ്രൗണ്ട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വേണ്ട സാധനമാണ്. ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ഓതറൈസേഷൻ ഉണ്ടാവും, നമുക്ക് അതിനകത്ത് കയറാനൊന്നും പറ്റില്ല. ഇതാണ് ബൈക്കേഴ്സ് റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാം. നമ്മൾ അവരുടെ ഓൺലൈൻ സൈറ്റ് വഴി എന്തെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ബൈക്കേഴ്സ് അത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയ എക്സ്പെൻസ് ഒന്നും ആവുമൊന്നുമില്ല, പക്ഷെ നമുക്കത് ക്യാമ്പ് ചെയ്യാം. അതൊരു നല്ല ഒരു അടിപൊളി പരിപാടിയാണ്. നമ്മുടെ നാട്ടിലൂടെ കൊണ്ടുവരേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കയറിയതാണ് ഞാൻ. ഇവിടെ ഭയങ്കര ലൈവാണ്. ഈ കാനഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക്. നമുക്ക് ലെഫ്റ്റ് ട്രാൻസ് കാണാൻ ഹാർഡ്ലി 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് US-ലേക്ക്
റെസ്റ്റൊക്കെ എടുത്ത് പോവാം. ചില റെസ്റ്റ് ഏരിയകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ നൈസായിരിക്കും, അടിപൊളിയായിരിക്കും കാണാനൊക്കെ. ഇതൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. ചില സ്ഥലങ്ങളൊക്കെ റെസ്റ്റ് ഏരിയ അല്ല ഉദ്ദേശിക്കുന്നത്, ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് പെർമിഷൻ ഉണ്ടാവില്ല കയറി പോകാനായിട്ട്. ഈ റെസ്റ്റ് ഏരിയ നൈസ് റെസ്റ്റ് ഏരിയയാണ്. ഒരു ലൂപ്പാണ്, നമുക്ക് ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമുക്കിവിടെ മൂത്രമൊഴിക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ടേ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ട്രയൽസിൻ്റെ കാര്യം, ഇവിടെ അതുപോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു വലിയ ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട്. ഈ ബോർഡിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ വാഷ്റൂംസ് ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, കളിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ സൈക്ലിങ്ങും മോട്ടോർ ബൈക്കും ഒന്നും ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് ഈ സാധനം ഇവിടെ കൊടുത്തേക്കും, എല്ലാ ഡിസ്ക്രിപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു പ്രൊവിൻഷ്യൽ പാർക്സിൻ്റെ ആണ്, ഇതിവിടെ നിയർ ബൈ ഉള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് ഇവിടെ സിഗ്നൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് റേഡിയോ കോൾ സൺറൈസ് ഇതാണ് അവിടെ നമ്മൾ വിളിച്ചിട്ട് പറയേണ്ട കോഡ്. അതുവഴി പോയാലും നമ്മൾ ഈ 2 റോഡ് പിടിക്കാം. അപ്പും ഡൗണും ഉണ്ട്, താഴെ ഉണ്ട്. നമുക്ക് 2 റോഡും പിടിച്ച് പോകാൻ പറ്റും. ഒരു റോഡ് പിടിക്കുമ്പോഴത്തേക്കും 3.36. നമുക്ക് ഈ റോഡ് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം, എന്താ പാടെന്നറിയാം. പക്ഷേ ഇങ്ങനെയുള്ള റോഡുകൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കയ്യിലൊരു ബെയർ സ്പ്രേ അല്ലെങ്കിൽ ബഗ് സ്പ്രേ എന്തുവാലും കയ്യിൽ വെച്ചിരിക്കണം. കാരണം കരടിയൊക്കെ ഇറങ്ങി റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കടിച്ച് നക്കി പോകത്തേ ഉള്ളൂ. മനസ്സിലായി? ഇതൊരു ട്രയൽ റോഡാണ്, നമുക്ക് ഒരു അത്യാവശ്യ കളിയൊക്കെ കളിക്കാം. നോക്കി കണ്ടും കളിക്കണം. കരടിയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടില്ല. അല്ല, 2 പേരിറങ്ങി വരുന്നുണ്ട്. ഇതുവഴി കുറച്ച് ദൂരം പോയി നോക്കാം, എന്താ പാടെന്നറിയാം. എന്തായാലും നോക്കാം. ഓൾവേസ് മേക്ക് ഷുവർ വണ്ടി കയ്യിൽ ഇരുന്നോണം. വണ്ടി കയ്യിൽ ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കുഴിയിൽ നിന്ന് വാരി എടുക്കേണ്ടി വരും. ഇത് മോശമില്ലാത്തൊരു ട്രയലാണ്. ഇങ്ങനല്ല, നമുക്ക് അധിക ദൂരം പോകാൻ പറ്റത്തില്ല. ഓ മാൻ, നല്ലൊരു സാധനം ഉണ്ട്, നല്ല ഡൗട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണൊന്നു. നൈസാണ്, പക്ഷേ എങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി കറക്റ്റ് കയ്യിൽ നിന്നില്ലെങ്കിൽ താഴെ കുഴിയിൽ നിന്ന് എടുക്കേണ്ടത്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പറഞ്ഞാൽ താഴെ റോട്ടിലായിരിക്കും ഉച്ചി കുത്തി മറിഞ്ഞ് പോകാൻ പോകുന്നത്. എവിടെ തടഞ്ഞു പോലും നിൽക്കത്തില്ല. വണ്ടിക്ക് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുഴപ്പമില്ല. ഇതിനകത്തുള്ള വ്യൂ അടിപൊളിയാണ്. പക്ഷേ ഈ പാനിയേഴ്സ് ഇരിക്കുന്നതാണൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പാനിയേഴ്സ് കൊണ്ട് നമുക്ക് വലിയ കളി കളിക്കാൻ പറ്റത്തില്ല. അവിടെയൊക്കെ കുത്തി കറക്കേണ്ടി വരും വണ്ടി. നമുക്കിതാണൊരു ഗുണമെന്ന് പറയുന്നത്. നമുക്ക് ബാക്ക് ആൻഡ് നമുക്ക് ഹൈവേ കൂടെയും പോവാം, നമുക്ക് ബാക്ക് റോഡിലൂടെയും പോവാം. എങ്ങനെയാണേലും നമുക്ക് പോവാം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ചെറിയ തടസ്സങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇതൊരു അത്യാവശ്യം നല്ലൊരു ട്രയലാണ്, മോശമില്ലാത്തൊരു ട്രയൽസാണ്.
ഇത് അത്യാവശ്യം നല്ലൊരു കുഴിയാണ്. ബെറ്റർ ചോയ്സ് ഈ വഴി എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ഈ സൈഡ് ചേർത്തെടുക്കാൻ പറ്റത്തില്ല. ഈ സൈഡ് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പാനിയർ ബോക്സ് അതിൻ്റെ സൈഡിൽ കയറി അടിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, പാനിയർ ബോക്സ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഈവൻ ഇപ്പോൾ ഇതൊരു പാനിയർ ബാഗാണെങ്കിൽ, സാഡിൽ പോലെ കിടക്കുന്ന ബാഗായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഈവൻ ഉരച്ചു പോയാലും പ്രശ്നമില്ല, എവിടെ സ്റ്റക്കാവില്ല. ഇതിനകത്തെ പ്രശ്നം ഈ സൈഡ് കണ്ടോ, ഒരു ഭയങ്കര കുഴിയാണ്. എൻ്റെ വീൽ ബേസ് ഇരിക്കുന്നത് ഇവിടെ. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെയല്ല, ഇതൊരു നല്ലൊരു കുഴിയാണിത്. നല്ലൊരു കുഴി എന്ന് പറഞ്ഞാൽ നല്ല കുഴി. ഇവിടെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഈ സൈഡ് പിടിച്ചിറക്കാൻ പറ്റുള്ളൂ. ഈ സൈഡ് പിടിച്ചിറക്കുമ്പോഴുള്ള പ്രശ്നം, ഈ സൈഡ് ടയർ വാരി അതിലേക്ക് പോകും. ആ ഇറക്കം ഇറങ്ങി വന്നത് അവിടെ വളരെ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ വണ്ടി ആ കുഴി പോകും. അത് റോഡാണ്. അപ്പം ഇവിടെയൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം എൻ്റെ വണ്ടി താഴെ റോഡിലേ പോകുള്ളൂ. നിങ്ങൾക്ക് കാണാം റോഡ് താഴെ കൂടെ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇതാണ്, ഈ പാനിയർ ബോക്സിൻ്റെ. ഫോർ ഷുവർ നെക്സ്റ്റ് സമ്മറിൽ എന്തായാലും ഈ സാധനം സ്വിച്ച് ചെയ്തിട്ട് ഇതൊരു പാനിയർ ബാഗാക്കും. ഇത്ര ഹെവി ആയിരിക്കത്തില്ല. ഓൾവേസ് ഫസ്റ്റ് ഗിയർ. ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്ന സാധനത്തിൽ കൈ പോയിട്ട് മനസ്സ് പോലും വിചാരിക്കില്ല അതിൽ തൊടാൻ. വളരെ ഉരുളം കല്ലുകളാണ് ഇതിനകത്തൊക്കെ കയറിയ വണ്ടി. Here we go. അടുത്ത പ്രാവശ്യം എന്തായാലും ഈ പാനിയർ ബാഗ് എടുത്ത് കളയും. പാനിയർ ബോക്സ് എടുത്ത് കളഞ്ഞിട്ട് ബാഗ് വെക്കും. അപ്പം നമ്മൾ ആ ഓഫ് റോഡ് റൈഡ് കഴിഞ്ഞിട്ട് വന്നതാണ്. പാനിയേഴ്സൊക്കെ ഇളക്കിയോടെ വെച്ച് പാനിയേഴ്സ് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പുതിയ ടീഷർട്ടായിരുന്നു, പോട്ടെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ ചെറിയൊരു ഓഫ് റോഡ് സെക്ഷനായിരുന്നു, അത് കഴിഞ്ഞു. വണ്ടിയെല്ലാം കഴുകി സെറ്റാക്കി റെഡിയാക്കി, വണ്ടിയെല്ലാം ചെയിനെല്ലാം ലൂബ് ചെയ്തു. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി ഇരിക്കുക. അപ്പോൾ അതാണ് നല്ല കാര്യമാണ്. ചെയിൻ ലൂബ് ചെയ്ത് നമ്മളൊരു ഓവർനൈറ്റ് വെച്ചേക്കാണെങ്കിൽ ബെറ്ററാണ്. റാദർ നമ്മൾ റൈഡ് പോകുമ്പോൾ ചെയിൻസ് ലൂബ് ചെയ്തിട്ട് പോകുന്നതിനേക്കാളും നല്ലതൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 5 hours അതിന് റെസ്റ്റിംഗ് പീരീഡിൽ കൊടുത്തു വെച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം അതായിരുന്നു നമ്മുടെ ചെറിയൊരു ഓഫ് റോഡ് സെക്ഷൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക. എങ്ങനെയാണ് ഒണ്ടാരിയിൽ ബൈക്ക് ലൈസൻസ് എടുക്കുന്നതിനെ പറ്റിയോ. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന പോലെ നമുക്ക് റെഡിയാക്കാം. അപ്പം വിൻ്റർ ആവാൻ പോവുകയാണ്. പിന്നെ ഹാർഡ്ലി ഒരു 20 ദിവസം കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളത് കയറ്റി വയ്ക്കേണ്ടി വരും. അപ്പം അടുത്ത സമ്മറിൽ ഞാൻ ഇത് മാറ്റിയിട്ട് പാനിയേഴ്സ് മാറ്റിയിട്ട് സാഡിൽ ബാഗ് ആക്കാൻ പോവാം. അപ്പം ഇത് ഞാൻ സെയിൽ ചെയ്യാൻ പോവാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. അപ്പം പീസ് ഔട്ട്.